എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്ക് ലഭിക്കുമെന്ന് കരുതി എന്നാൽ ആ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ജൂലൈ 17 തീയതിക്കകം സ്കൂളിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാവുന്നതാണ്. റീവാലുവേഷന് ഒരു വിഷയത്തിന് 500 രൂപയും സ്ക്രൂട്ടിനിക്ക് 100 രൂപയും അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഓരോ വിഷയത്തിനും വരുന്ന ഫീസ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ക്രൂട്ടിനിക്കോ അല്ലെങ്കിൽ റീവാലുവേഷനോ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത് ഡബിൾ വാലുവേഷനാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ അപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 15 തീയതിക്കകം വിദ്യാർത്ഥികൾക്ക്, അതായത് ജൂലൈ 15 17 തീയതിക്കകം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അപേക്ഷയുടെ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും താഴെയായിട്ട് എക്സാം ഫോംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോമിൻ്റെ പേജിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ നിരവധി ഫോമുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടാത്ത ഫോമുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ആ ഒരു വേണ്ട പേജിൻ്റെ ആ ഒരു കോപ്പി മാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫോം കിട്ടുന്നതാണ്. സ്കൂളിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ 17 തീയതി വരെയാണ് നൽകാൻ സാധിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്കൂളിൽ നിന്ന് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ നൽകുക. റീവാലുവേഷൻ അപേക്ഷിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ, അതായത് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 8 മാർക്കും, അതുപോലെ 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അത് 6 മാർക്കും റീവാലുവേഷൻ ശേഷം കൂടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ 500 രൂപ തിരികെ റീഫണ്ടിനത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു റീവാലുവേഷൻ്റെ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ഫോം പൂരിപ്പിക്കാൻ വളരെയധികം സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത്, റീവാലുവേഷൻ്റേത്. ഇത് സ്ക്രൂട്ടിനിയുടേത്, അതുപോലെ തന്നെ അടുത്തത് ഫോട്ടോ കോപ്പിയുടേത്. അപ്പോൾ ഈ ഒരു 3 ഫോമുകളും എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനിക്കും ഫോട്ടോ കോപ്പിക്കും എത്ര വിഷയങ്ങൾക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് എന്നിവ ഒഴികെ ഏതൊരു സബ്ജക്റ്റുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏകദേശം എല്ലാ ഫോമും സെയിം രീതിയിൽ തന്നെയാണ് പൂരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റിനെ തടഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ മാർച്ച് 2024 എന്നുള്ളത് എഴുതാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലൻ, അതുപോലെ നെയിം ഓഫ് ട്രഷറി, എമൗണ്ട് റെമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല, സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതായത് നിങ്ങളുടെ പേര് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അമൽ എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ AMAL എന്ന് പറഞ്ഞുകൊണ്ട് ഇനീഷ്യൽ എന്താണോ ആ ഒരു ഇനീഷ്യൽ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ നെയിം ആൻഡ് സെൻറ്റർ, നമ്പർ ഓഫ് സ്കൂൾ ഓർ സെൻറ്റർ അറ്റ് വിച്ച് കാൻഡിഡേറ്റ് ടു ദ എക്സാമിനേഷൻ. നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന, അതായത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ എക്സാം സെൻറ്ററും അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൻ്റെ പേരുമാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ടാവും. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് എഴുതുക. അതിനുശേഷം റവന്യൂ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് സ്കൂളിലുള്ള ആ ഒരു സ്കൂളിൽ നിന്നാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു ജില്ല ഏതാണ്, അതാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നിടത്ത് 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തേർഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലാതെ സെക്കൻഡ് ലാംഗ്വേജുകളാണ്. ആ സെക്കൻഡ് ലാംഗ്വേജിൽ നിങ്ങൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജുകൾ ആണെങ്കിൽ അതാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പാർട്ട് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു ഉദാഹരണത്തിന് സയൻസ് ആണെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അത് പാർട്ട് 3 ഇനത്തിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പാർട്ട് 1 ഇംഗ്ലീഷ് റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം അടുത്ത് 3 ആണ്. 3 എന്ന് പറയുന്നത് ഫിസിക്സ് എന്നിരുന്നു. അതിനുശേഷം അടുത്തത് വീണ്ടും പാർട്ട് 3 ഇട്ടിട്ട് അടുത്തത് കെമിസ്ട്രി ആണ്, കെമിസ്ട്രി. അപ്പോൾ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ഒഴിവാക്കി നമുക്ക് എക്കണോമിക്സോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുന്നത്, അതായത് എന്താണ് പഠിക്കുന്നത്, അതനുസരിച്ച് റീവാലുവേഷനുള്ള സബ്ജക്റ്റുകൾ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ എഴുതേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 ലഭിച്ച TE മാർക്കാണ്. അതായത് +2 സേ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ TE കിട്ടിയത് അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് +1 മാർക്ക് കൂട്ടിയ മാർക്കല്ല,
1 മാർക്ക് കൂട്ടാതെയുള്ള മാർക്കാണ് ഇവിടെ നൽകേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ഈസ് എൻക്ലോസഡ്. അതായത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വെദർ അപ്ലൈഡ് ഫോർ സ്ക്രൂട്ടിനി ഓൾസോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ടു ബി ഗിവൺ. നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൂടി അപേക്ഷിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. അതിവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ബ്ലോക്ക് ലെറ്ററിൽ അത് ക്യാപിറ്റൽ ലെറ്ററിൽ കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ അതിന് പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ എഴുതുക. പ്ലേസ്, ആ ഒരു ഡേറ്റ്, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ് അത്. ഈ റീവാലുവേഷൻ ഒരു വിഷയത്തിന് 500 രൂപയാണ് വരിക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അയക്കേണ്ട, അതായത് ഈ ഒരു പൈസ അടയ്ക്കേണ്ട ഹെഡ് ഓഫ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ തന്നെ ട്രഷറിയിൽ പോയി അടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിലാണ് ആ ഒരു പൈസ അയക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സ്ക്രൂട്ടിനിയുടെ ഫോമാണ്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ഈ സ്ക്രൂട്ടിനിയുടെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ഈസ് എൻക്ലോസഡ്, അതുപോലെ തന്നെ വെദർ അപ്ലൈ ഫോർ റീവാലുവേഷൻ ഓൾസോ. നിങ്ങൾ റീവാലുവേഷൻ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഫോം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും സെയിം തന്നെയാണ്. അതുപോലെ ഫോട്ടോ കോപ്പിയിൽ ആണെങ്കിലാണ് ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുന്നത്. ആകെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് മാത്രമാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി ഇട്ട ശേഷം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ